നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കരുതിയത് ആ വിനയ മേഡത്തെ ലൈനിൽ കിട്ടിയ നമ്മൾ സംശയിക്കുന്ന ആള് തന്നെയാണോ ശ്യാമയുടെ മോളെന്ന് അറിയാൻ കഴിയുന്ന. ഈ ഞരമ്പിലൂടെ ഇപ്പൊ അവളുടെ രക്തം കൂടി ഒഴുകുന്നു. ഇനി മാറ്റമൊന്നുമില്ല. ഒരുപാട് തടസ്സങ്ങൾ താണ്ടി ഞാനും എന്റെ മോളും ഇപ്പോ ഒരു മറയുടെ അപ്പുറം ഇപ്പുറോ. അങ്ങനെ പൂർണ്ണമായും പ്രതീക്ഷിക്കാൻ വരട്ടെ. ഹോസ്പിറ്റലിലെ മാഡം പറഞ്ഞത് ആ കുട്ടി മാഡത്തിന്റെ അനിയത്തിയാന്നാ. ശ്യാമയുടെ മകളാണെങ്കിൽ അതെങ്ങനെ? അല്ല, ജന്മം മാത്രമല്ലല്ലോ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ മാഡമോ അവർക്ക് വേണ്ടപ്പെട്ടവർ അഭയം കൊടുത്തതായിരിക്കൂലേ, എടുത്തു വളർത്തിയതായിക്കൂടെ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂട്ടാൻ എളുപ്പോ. എനിക്കെന്തോ ഇങ്ങനെ മനസ്സിലോരോന്ന് സങ്കല്പിച്ചു കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലും ഒന്ന് വന്നാ ശ്യാമയ്ക്കത് താങ്ങാനാവില്ല എന്നുള്ള പേടിയാ. ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, അതിന്റെ അർത്ഥം ഞാൻ ഇതൊക്കെ താങ്ങുമെന്നല്ലേ. ചേച്ചി നോക്കിക്കോ, അവളെ കണ്ണിറങ്ങി കാണുന്നത് വരെ ഞാൻ ചാവില്ല. ഹോസ്പിറ്റലില് ആ കുട്ടി വന്നതും വിനയ മാഡത്തിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞതും ഏതോ വഴിക്ക് ഐശ്വര്യ അറിഞ്ഞിട്ടുണ്ട്. അതാ എനിക്കൊരു പേടി. ചേച്ചി, നമുക്ക് ആരെങ്കിലും വിളിച്ചേ വിനയ മാഡത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് അറിയണം. എന്നിട്ട് ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ കണ്ടീഷനിൽ യാത്ര ചെയ്യാനോ? അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. 4-5 ദിവസം കഴിയാതെ പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഞാൻ കൂടെ നോക്കട്ടെ. ആരാ പ്രിയത്? ആരാന്നറിയില്ല മാഡം. കുറെ നേരമായിട്ട് ഈ കോള് വരുന്നുണ്ട്. മാഡത്തിന്റെ വല്ല ആരാധകരും ആയിരിക്കും. എങ്കിൽ തന്നെ കട്ടായല്ലോ. പിന്നെ നോക്കാം. മാഡം, ഷോട്ട് റെഡിയാണ്. ഷോട്ടാണ്, അത് കട്ട് ചെയ്തേക്കും. ഓക്കെ മാഡം. എന്തായാലും നമുക്ക് ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടാം. ശ്യാമയാണെന്ന് അറിയുമ്പോ എന്തായാലും അവരെ തിരിച്ചു വിളിക്കാതിരിക്കില്ലല്ലോ. ചേച്ചി, എന്താ? ഞാൻ ഈ ആഗ്രഹമൊക്കെ പറയുന്നത് കേട്ടിട്ട് ചേച്ചിക്ക് എത്ര ഉറപ്പൊന്നുമില്ലല്ലേ? ഉറപ്പില്ലാത്തതുകൊണ്ടല്ല, സങ്കടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കണ്ടു ശീലിച്ചതുകൊണ്ടാ. സമാധാനായിട്ടിരിക്കും. ആ മോൾ ഈ അമ്മയിൽ നിന്ന് അതിന് ഒരുപാട് ദൂരമൊന്നും പോവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.